Let's go. I wake up to a little bit of drool on my pillow, feel like it's gonna be a bad day. Yeah, I'm tired of shit, and the coffee ain't hit yet, damn ain't that great. I don't wanna go to work, cause my boss is a jerk, and I'm not even that paid. നമസ്കാരം ഡിയേഴ്സ്. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കുറച്ച് റിവഞ്ച് ഡ്രാമകൾ കണ്ടാലോ. നമുക്ക് പലപ്പോഴും തോന്നിയിട്ടില്ല നമ്മളെ ബോഡി ഷേമിങ് ചെയ്യുന്നവര്, അല്ലെങ്കിൽ നമ്മളെ ഒരു തരത്തിൽ താഴ്ത്തി കെട്ടുന്നവര്, നമ്മളെ വാക്കുകൾ കൊണ്ട് നോവിക്കുന്നവര്, അവരെയൊക്കെ ഒന്ന് റിവഞ്ച് ചെയ്യണം, അവരുടെ മുന്നിലൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കണം എന്നൊക്കെ തോന്നാത്തവരെ ആരെങ്കിലും ഉണ്ടായിരിക്കും. ഒരു നിമിഷം നമുക്ക് എല്ലാവർക്കും അങ്ങനെ തോന്നിയിട്ടുണ്ടാവും അല്ലേ. ഓക്കെ, അപ്പൊ അങ്ങനത്തെ ബേസ്ഡ് ആയിട്ട് നമുക്ക് കുറച്ച് റിവഞ്ച് ഡ്രാമകൾ കണ്ടാലോ. അപ്പൊ ഇന്നത്തെ വീഡിയോയില് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ബെസ്റ്റ് റിവഞ്ച് ഡ്രാമകളാണ് ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. ഫസ്റ്റ് ഡ്രാമയാണ് മൈ നെയിം. 2021 റിലീസ് ആയിട്ട് നല്ലൊരു ആക്ഷൻ ത്രില്ലർ റിവഞ്ച് ഡ്രാമയാണ് മൈ നെയിം. ഇത് നല്ലൊരു സ്ട്രോങ് ഫീമെയിൽ ലീഡ് പെർഫോമൻസ് ആണ് കേട്ടോ. നമ്മുടെ കഥയിൽ നായികയുടെ ഫാദർ അവളുടെ കൺമുന്നിൽ വെച്ചിട്ട് മരണപ്പെടുകയാണ് കേട്ടോ. അതൊരു മേർഡർ ആയിരുന്നു. സോ അവളുടെ ആ ഒരു ഫാദറിനെ കൊന്നത് ആരാണെന്ന് കണ്ടുപിടിക്കാനും അവർക്കെതിരെ തിരിച്ച് റിവഞ്ച് ചെയ്യാനും വേണ്ടിയിട്ടാണ് അവളുടെ ലൈഫ് തന്നെ പിന്നീട് അവൾ മാറ്റി വെച്ചിരിക്കുന്നത് കേട്ടോ. പിന്നീട് എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടായിരിക്കുക, അവളുടെ ആ ഒരു റിവഞ്ച് അവൾ സക്സസ് ആക്കോല, ലാസ്റ്റ് എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടായിരിക്കുക എന്നുള്ള ഒരു നല്ലൊരു റിവഞ്ച് ഡ്രാമയാണ് മൈ നെയിം. നോർമൽ സിമ്പിൾ ലൈഫോ അല്ലെങ്കിൽ റൊമാൻസോ ഒന്നും തന്നെ ഈ ഡ്രാമയ്ക്ക് ഇല്ല കേട്ടോ. മൊത്തത്തിൽ ഭയങ്കരമായിട്ടുള്ള റിവഞ്ചിന് വേണ്ടിയിട്ട് തന്നെ അവളുടെ ലൈഫ് തന്നെ അവൾ മാറ്റി വെച്ചിരിക്കുകയാണ്. ആ ഒരു സ്റ്റോറിയാണ് ഈ ഡ്രാമയിൽ പറയുന്നത് കേട്ടോ. ഇതിൽ നമ്മുടെ ഫീമെയിൽ ലീഡ് ക്യാരക്ടറായിട്ട് അഭിനയിക്കുന്നത് ഹാൻ സോഹി എന്ന് പറയുന്ന സൗത്ത് കൊറിയൻ ആക്ട്രസ് ആണ്. ഈ ഒരു ക്യാരക്ടർ കൊണ്ട് തന്നെ നമ്മുടെ ആ ഒരു നടിക്ക് അന്ന് ഒരുപാട് അവാർഡ്സ് തന്നെ ലഭിച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൽ നമുക്ക് നടന് വലിയ ഇമ്പോർട്ടൻസ് ഒന്നും ഇല്ല കേട്ടോ, ചെറിയൊരു റോള് മാത്രമേ ഉള്ളൂ. അപ്പൊ ആ ഒരു ക്യാരക്ടറായിട്ട് അഭിനയിക്കുന്നത് ആൻ ബോ ഹ്യോൺ എന്ന് പറയുന്ന സൗത്ത് കൊറിയൻ ആക്ടറുമാണ്. മെയിൻ ആയിട്ട് ഈ ഫീമെയിൽ ലീഡിന്റെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ് ഈ ഡ്രാമയിൽ മൊത്തം ഉള്ളത് കേട്ടോ. സോ നിങ്ങൾക്ക് ഇങ്ങനത്തെ റിവഞ്ച് ഡ്രാമകളൊക്കെ കാണാൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ഡ്രാമ എന്തായാലും ഇഷ്ടമാവും. ടോട്ടലായിട്ട് 8 എപ്പിസോഡ്സേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഓരോ എപ്പിസോഡ്സും ത്രില്ലിംഗ് ആയതും അതേപോലെ തന്നെ ഒട്ടും തന്നെ ബോറടിക്കത്തില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഒരു എപ്പിസോഡ്സ് കംപ്ലീറ്റ് ആക്കാനും സാധിക്കും കേട്ടോ. ഓക്കെ, അപ്പൊ നിങ്ങൾ മറക്കാതെ ഈ ഡ്രാമ കാണണേ. സെക്കൻഡ് ഡ്രാമയാണ് 2021 റിലീസ് ആയിട്ടുള്ള വിൻസെൻസോ. ഈ ഡ്രാമ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇത് ഞാൻ ആ ഒരു ടൈമിൽ ഓൺ ഗോയിങ് ആയിട്ട് കണ്ടിട്ടുള്ള ഒരു ഡ്രാമയാണ് കേട്ടോ. ഇത് നല്ലൊരു കോമഡി പ്ലസ് ത്രില്ലർ റിവഞ്ച് ഡ്രാമയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇതൊരു ടീം വർക്കാണ്. അപ്പൊ ടീം വർക്കോട് കൂടിയിട്ട് നമ്മുടെ കഥയിലെ നായകൻ ഒരു നീതിക്ക് വേണ്ടിയിട്ട് പോരാടുന്ന ഒരു കഥയാണ് ഈ സ്റ്റോറിയിൽ പറയുന്നത് കേട്ടോ. അപ്പൊ ആ ഒരു ടീം വർക്ക് തന്നെ കാണാനായിട്ട് ഇതിൽ ഭയങ്കര രസമാണ്. നമ്മുടെ കഥയിലെ നായകൻ കൊറിയൻ ഇറ്റാലി മാഫിയ ആയിട്ടുള്ള ഒരു ലോയർ ആണ് കേട്ടോ. സോ അദ്ദേഹം ഇറ്റലിയിലായിരുന്നു, ശേഷം കൊറിയയിലോട്ട് വന്നിട്ട് ഈ ടീം വർക്കോട് കൂടിയിട്ട് ഡ്രഗ്സിൽ നിന്നൊക്കെ ആൾക്കാരെ രക്ഷപ്പെടുത്തുന്ന ഒരു സ്റ്റോറിയാണ് ഈ ഡ്രാമയിൽ പറയുന്നത് കേട്ടോ. 20 എപ്പിസോഡ്സ് ആണുള്ളത്. ഇതിൽ ഓരോ എപ്പിസോഡ്സും കാണാനായിട്ട് ഭയങ്കര രസമാണ്. ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് സപ്പോർട്ടിങ് ക്യാരക്ടേഴ്സ് ഇതിലുണ്ട്. സോ അവരുടെയൊക്കെ ആ ഒരു ബോണ്ടിങ്, അതേപോലെ തന്നെ അവര് ഒന്നിച്ച് ടീം വർക്കോട് കൂടിയിട്ട് കേസ് തെളിയിക്കുന്നത് ഒക്കെ കാണാനായിട്ട് ഇതിൽ ഭയങ്കര രസമാണ് കേട്ടോ. വിൻസെൻസോ കാസനോ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത് കേട്ടോ. അപ്പൊ ഇതിൽ വിൻസെൻസോ കാസനോ എന്ന് പറയുന്ന ക്യാരക്ടറായിട്ട് അഭിനയിക്കുന്നത് നമ്മുടെ സൗത്ത് കൊറിയയിലെ സോൺ ജുങ്കി എന്ന് പറയുന്ന ആക്ടറാണ് കേട്ടോ. അപ്പോൾ അദ്ദേഹത്തിന്റെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ഡ്രാമയാണ് വിൻസെൻസോ. ഇതിൽ പിന്നെ ഫീമെയിൽ ലീഡ്സ് ആയിട്ട് അഭിനയിക്കുന്നത് ജൂൺ യോസിയോ എന്ന് പറയുന്ന സൗത്ത് കൊറിയൻ ആക്ട്രസുമാണ്. അപ്പോൾ ഇതില് നമ്മുടെ ഫീമെയിൽ ലീഡും ലോയർ ആണ്. സോ ഇവർ രണ്ടുപേരും കൂടി ചേർന്നിട്ടാണ് ഈ കേസുകളൊക്കെ തെളിയിക്കുന്നത് കേട്ടോ. അപ്പൊ ഇവരുടെ ആ ഒരു കെമിസ്ട്രി, ഫ്രണ്ട്ഷിപ്പും ഒക്കെ കാണാനായിട്ട് ഇതിൽ ഭയങ്കര രസമാണ്. സോ നിങ്ങൾക്ക് എന്തായാലും ഈ ഡ്രാമ ഇഷ്ടമാവും കേട്ടോ. മൂന്നാമത്തെ ഡ്രാമയാണ് ദ ഗ്ലോറി. 2021 റിലീസ് ആയിട്ടുള്ള നല്ലൊരു ത്രില്ലർ റിവഞ്ച് ഡ്രാമയാണ് ദ ഗ്ലോറി. ഈ ഡ്രാമയും ഞാൻ ഓൺ ഗോയിങ് കണ്ടതാണ് കേട്ടോ. കാരണം ഇതും നമുക്ക് നല്ലൊരു ത്രില്ലർ ഡ്രാമയാണ്. കാരണം ഓരോ എപ്പിസോഡ്സ് നമുക്ക് വർത്ത് വാച്ചിങ് ആയിട്ട് തോന്നുന്ന ഒരു ഡ്രാമയാണ് കേട്ടോ. ഇതും നമ്മുടെ മൈ നെയിം പോലെ നല്ലൊരു ഫീമെയിൽ ലീഡ് പെർഫോമൻസ് ആണ് ഈ ഡ്രാമയിൽ ഉള്ളത്. അപ്പൊ ഇതിൽ മെയിൽ ലീഡായിട്ട് അഭിനയിച്ചിരിക്കുന്നത് സോൺ ഹെ ക്യോ എന്ന് പറയുന്ന സൗത്ത് കൊറിയൻ ആക്ട്രസ് ആണ് കേട്ടോ.
ഈ ആക്ട്രസിന്റെ ഇതിൽ ആക്ടിങ് ഒക്കെ കാണാനായിട്ട് ഭയങ്കര രസമാണ് കേട്ടോ. അപ്പൊ ഇതിൽ സ്റ്റോറി എന്താന്ന് വെച്ചാൽ നമ്മുടെ കഥയിലെ നായികയ്ക്ക് ചെറുപ്പത്തിൽ, അതായത് സ്കൂൾ പഠിക്കുന്ന സമയത്ത് ഒരുപാട് തവണ കുട്ടികളിൽ നിന്ന് റാഗിങ് കിട്ടുകയാണ് കേട്ടോ. നല്ല ക്രൂവലായിട്ടുള്ള റാഗിങ് ആണത്. അതിൽ നിന്നും അവൾ എന്ത് ചെയ്യാണ്, സ്കൂൾ ഡ്രോപ്പ് ഔട്ട് ചെയ്യാണ്. പിന്നീട് അവളുടെ ജീവിത ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ റാഗിങ് ചെയ്തവരെ തിരിച്ച് എങ്ങനെയെങ്കിലും റിവെഞ്ച് ചെയ്യുക, അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ കുറ്റബോധം കാരണം അവർ ജീവിക്കണം എന്നുള്ള ഒരു ലക്ഷ്യത്തോട് കൂടിയിട്ട് അവൾ എന്ത് ചെയ്യാണ്, അവർക്കെതിരെ തിരിച്ച് റിവെഞ്ച് ചെയ്യുന്ന ഒരു സ്റ്റോറിയാണ് കേട്ടോ ദ ഗ്ലോറി എന്ന് പറയുന്ന ഡ്രാമയിൽ പറയുന്നത്. സോ ഇത് നല്ലൊരു റിവെഞ്ച് ഡ്രാമയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ഡ്രാമ. ഇതിൽ സോഹ്യക്യോ എന്ന് പറയുന്ന ആക്ട്രസിന്റെ ഒപ്പം അഭിനയിക്കുന്നത് ലീ ഡോഹ്യോ എന്ന് പറയുന്ന സൗത്ത് കൊറിയൻ ആക്ടറാണ് കേട്ടോ. അപ്പൊ ആ ഒരു ആക്ടറും ഇവളെ സപ്പോർട്ട് ചെയ്തിട്ട് തിരിച്ച് റിവെഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ആക്കുന്നുണ്ട്. സോ അതൊക്കെ കാണാനായിട്ട് ഇതിൽ ഭയങ്കര രസമാണ്. എന്തായാലും ഈ ഡ്രാമ മിസ് ചെയ്യരുത് കേട്ടോ കാണാനായിട്ട്. ഇതിൽ ടോട്ടലായിട്ട് 16 എപ്പിസോഡ്സ് ആണ് ഉള്ളത്. ഇനി 4ാമത്തെ ഡ്രാമയാണ് ദ പെന്റ് ഹൗസ് വാർ ഇൻ ലൈഫ്. ഈശ്വര, ഇത് ഭയങ്കരമായിട്ടുള്ളൊരു റിവെഞ്ച് ഡ്രാമയാണ് കേട്ടോ. ടൈറ്റിൽ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ ജീവിതത്തിലുള്ള ഒരു യുദ്ധം തന്നെയാണ് ഈ ഒരു ഡ്രാമയിൽ പറയുന്നത് കേട്ടോ. 3 സീസൺസ് ആണുള്ളത്. ഈ 3 സീസൺസും നല്ല എക്സൈറ്റ്മെന്റോട് കൂടിയിട്ടാണ് കേട്ടോ ഞാനിത് കണ്ടു തീർത്തിട്ടുള്ളത്. അടുത്തത് എന്തായിരിക്കും എന്നുള്ളൊരു ക്യൂരിയോസിറ്റിയിലാണ് ഈ ഒരു ഡ്രാമ ഞാൻ കംപ്ലീറ്റ് ആക്കി. ഇത് 2020-2021 സമയങ്ങളിൽ റിലീസായിട്ടുള്ള ഒരു ഡ്രാമയാണ് കേട്ടോ. ഫസ്റ്റ് സീസണിൽ 21 എപ്പിസോഡ്സും 2ാമത്തെ സീസണിൽ 13 എപ്പിസോഡ്സും 3ാമത്തെ സീസണിൽ 14 എപ്പിസോഡ്സും ആണ് ഉള്ളത് കേട്ടോ. മെയിൻ സ്റ്റോറി എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട് കേട്ടോ. കാരണം ഇത് ഒരു കൂട്ടം ഫാമിലീസിന്റെ സ്റ്റോറിയാണ് പറയുന്നത്. മെയിൻ ആയിട്ട് നമ്മുടെ കഥയിൽ ഒരു പെൺകുട്ടി ഹൈ സൊസൈറ്റിയിൽ ഒരു വലിയൊരു ക്യൂൻ ആവാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ഒരു കഥയാണ് കേട്ടോ ഇതിൽ പറയുന്നത്. കാരണം ഈ ഒരു കഥയിലുണ്ടല്ലോ വെൽത്തിന് വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കുകയാണ്. കാരണം ആരായിരിക്കും മുന്നിലെത്തുക, ആരായിരിക്കും ഉയർന്ന പദവി, അല്ലെങ്കിൽ എനിക്ക് ഇന്നതാവണം എന്നതിനൊക്കെ വേണ്ടിയിട്ട് മത്സരിക്കുന്ന ഒരു കഥയാണ് കേട്ടോ ഇതിൽ പറയുന്നത്. അതുമല്ല, ഫസ്റ്റ് എത്താൻ വേണ്ടിയിട്ട് ആരെയും കൊല്ലാൻ വരെ ഇവര് മടിക്കത്തില്ല. അപ്പൊ നമുക്ക് കണ്ടാ തോന്നും, ഈശ്വര എന്താ ഇവര് ചെയ്യണത്, എന്താ അത് എന്നൊക്കെ തോന്നും നമുക്കിത് കണ്ടു കഴിഞ്ഞാൽ കേട്ടോ. ഓക്കെ, അങ്ങനെ ഒരു കഥയാണ് ഈ ഒരു സ്റ്റോറിയിൽ പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ ഇതിൽ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്, ഒരുപാട് പാരൻസ്, അവരുടെ മക്കള്. അപ്പൊ മക്കൾക്ക് വേണ്ടിയിട്ടാണ് ഇവർ ഈ പാരൻസ് ഓരോന്ന് ചെയ്യുന്നതും. ഇവരെ എങ്ങനെയെങ്കിലും മുന്നിലേക്ക് ആക്കണം, അല്ലെങ്കിൽ ഫസ്റ്റ് തന്നെ ഇവരെത്തിക്കണം എന്നതിനൊക്കെ വേണ്ടിയിട്ട് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ജീവിതത്തിൽ യുദ്ധം നടത്തുകയാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇതില് ആ ഒരു കുട്ടികൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും റാഗിങ് ചെയ്യുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കുന്നുണ്ട്. അപ്പോ എനിക്ക് ആലോചിക്കുമ്പോൾ തന്നെ അത് ഇനിയും കാണാൻ തോന്നുന്നു. കാരണം ഓരോ സീനും കാണാൻ ഭയങ്കര രസമാണ്. കൂടുതലും റിവെഞ്ച് ആണ് കേട്ടോ ഉദ്ദേശിക്കുന്ന. സ്നേഹം എന്ന് പറയുന്ന ഒരു തൈര് അവിടെ ഇവിടെ ഇല്ല. ഞാൻ പറയുകയാണെങ്കിൽ എല്ലാം റിവെഞ്ച് ആണ്. മുന്നിലെത്താൻ വേണ്ടിയിട്ട് എന്തും അവർ ചെയ്യും. ആ ഒരു കഥയാണ് കേട്ടോ ഇതിൽ പറയുന്നത്. ഇതില് ഒരു ചെറിയ കപ്പിൾസിന്റെ സ്റ്റോറിയൊക്കെ ഉണ്ട് കേട്ടോ. അവരുടെ ആ ഒരു റൊമാൻസ് മാത്രമേ ഈ ഡ്രാമയിൽ ശരിക്കും പ്യുവർ ആയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അത് കാണാൻ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവർക്കും ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ് ഈ ഡ്രാമയിൽ ഉള്ളത് കേട്ടോ. അതുകൊണ്ട് ഓരോരുത്തരുടെ പേര് എനിക്ക് എടുത്തു പറഞ്ഞാൽ തന്നെ നിങ്ങൾക്കത് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. ഈ 5th ഡ്രാമയാണ് 2023 റിലീസായിട്ടുള്ള സെലിബ്രിറ്റി. ഇതും ഞാൻ പറഞ്ഞ പോലെ ഒരു ഫീമെയിൽ ലീഡ് പെർഫോമൻസ് ആണ് കേട്ടോ ഇതിലുള്ളത്. ഇതില് നമ്മുടെ കഥയിലെ നായിക സ്യുവാരി വലിയൊരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആവാൻ വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യുന്ന ഒരു സ്റ്റോറിയാണ് കേട്ടോ ഇതിൽ പറയുന്നത്. കാരണം എങ്ങനെയെങ്കിലും അവൾക്ക് അവിടുത്തെ ഹോട്ടസ്റ്റ് ആയിട്ടുള്ള വലിയൊരു സെലിബ്രിറ്റി ആവണം, അതിന് വേണ്ടിയിട്ട് അവൾ ട്രൈ ചെയ്യുന്ന ഒരു കഥയാണ് കേട്ടോ ഇതിൽ പറയുന്നത്. പിന്നീട് എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടായിരിക്കും, അവൾ വലിയൊരു സെലിബ്രിറ്റി ആവുമോ, അല്ലെങ്കിൽ പിന്നീട് അവളെ ലൈഫ് എങ്ങനെയായിരിക്കും എന്നൊക്കെയാണ് ഈ ഒരു സ്റ്റോറിയിൽ പറയുന്നത് കേട്ടോ. അപ്പൊ ഇതിൽ നമ്മുടെ സ്യുവാരി ആയിട്ട് അഭിനയിക്കുന്നത് പാർക്ക് യു യങ് എന്ന് പറയുന്ന സൗത്ത് കൊറിയൻ ആക്ട്രസ് ആണ്. പിന്നെ ഇതിൽ നമ്മുടെ നടനായിട്ട് അഭിനയിക്കുന്നത് കാങ് മി ഹ്യൂക്ക് എന്ന് പറയുന്ന ആക്ടറുമാണ് കേട്ടോ. അപ്പൊ ഇതിൽ ടോട്ടലായിട്ട് 12 എപ്പിസോഡ്സ് ആണ് ഉള്ളത്. ഈ 5 റിവെഞ്ച് ഡ്രാമകളും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള റിവെഞ്ച് ഡ്രാമകളാണ് കേട്ടോ ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം മറക്കാണ്ട് പോയിട്ട് ഈ ഡ്രാമകൾ കാണാം, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റ് ചെയ്തേക്കണേ. ഇനി ഇത് കൂടാതെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട റിവെഞ്ച് ഡ്രാമ ഏതാണെന്നും കൂടി ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.